അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് സൂറ അൽ മുത്തഫിഫീൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിൽ മുത്തഫിഫീൻ. വൈലുൻ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിലാ ഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിന് ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഉന്നയില്ലാതെ ഓതി കൊടുക്കുക കേട്ടോ. വൈലുല്ലിൽ ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വൈലുല്ലിൽ മുത്തഫിഫീൻ. ഇസ്തിഅലാൻ്റെ ലെറ്ററാണ് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടി ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. ശ്രദ്ധ വന്നു. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കരം കൊടുക്കുക. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് ആരതിൽ നിർത്തുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യും. ഓക്കെ. الذين إذا اكتالوا على الناس يستوفون. الذين ഇവിടെ ഹംസത്തുൽ വസ്ൽ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വന്നു. ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമും വന്നു. അതുകൊണ്ട് നമ്മൾ ഹംസത്തുൽ വസ്ലിന് ഫതഹ കൊടുത്തിട്ട് ഉച്ചരിക്കുക. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ദാലിന് ശേഷം യാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇദക്താലു ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ അലിഫ് മദിനെ കട്ട് ചെയ്തിട്ടാണ് ഉച്ചരിക്കുന്നത്. ഇദക്താലു കാഫ് സുക്കൂനിലാവുമ്പോൾ കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടിൽ വേണം ഉച്ചരിക്കാൻ കേട്ടോ. ഇദക്താലു തൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്. അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലന്നാസി അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. നൂനിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഒന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യസ്തൗഫൂൻ സീന് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വാവിനും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരതിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യാം കേട്ടോ. وَإِذَا كَالُوهُمْ أَوْ وَزَنُوهُمْ يُخْسِرُونَ. وَإِذَا كَالُوهُمْ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാലൂഹും കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. കാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നു. അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാലൂഹും ഇവിടെ മീം സാക്കിനയുടെ നിയമത്തിൽ വരുന്ന ഇദ്ഹാർ ഷഫവിയാണ് കേട്ടോ. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത മറ്റൊരക്ഷരം വന്നതുകൊണ്ട് മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി ഉച്ചരിച്ചു കൊടുക്കുക. വഹും അവസനൂഹും ഇവിടെ ഒരേ മഖ്റജിൽ നിന്നും വരുന്ന 2 അക്ഷരങ്ങൾ തമ്മിലുള്ള ഇദ്ഗാമാണ്. ഇദ്ഗാം മുതമാസില. സുക്കൂനായ വാവിനെ അടുത്ത വാവിലേക്ക് ലയിപ്പിച്ചിട്ട് ഓതി കൊടുക്കുക. ഔവസനൂഹും സായ് ഉച്ചരിക്കുമ്പോൾ ആ സൗണ്ടിൽ തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ ടിപ്പ് താഴെ മുൻപല്ലിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. നാവിനെ ഫ്ലാറ്റ് ആക്കി വെക്കുക കേട്ടോ, ഉയർത്താതെ. ഔവസനൂഹും നൂനിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഔവസനൂഹും യുഖ്സിറൂൻ ഇവിടെയും ഇദ്ഹാർ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത മറ്റൊരക്ഷരം വന്നതുകൊണ്ട് മീം സാക്കിനയെ വ്യക്തമാക്കി ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. യുഖ്സിറൂൻ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് ആരദിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ഓക്കെ. അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. അലാ യظുന്നു ഹംസ അക്സൽ ഹൽക്കിൽ നിന്നാണ് വരുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ലാമിന് അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലാ യظുന്നു ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ ബാക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. വാഇൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. യഉന്നു നൂനിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഒന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. ഉലൈക ഇവിടെ ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു.
മദ് വാജിബ് മുത്തസിൽ 4 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. അന്നഹും മബ്ഊസൂൻ. അന്നഹും നൂനിന് ശബ്ദ വന്നു, നല്ലോണം മണിച്ചു കൊടുക്കുക. അക്മൽ ഓന്ന മീമിന് ശേഷം മീം തന്നെ വന്നു. ഇദ്ഗാം ഷഫവി ട്ടോ. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെ വന്നതുകൊണ്ട് ഇദ്ഗാം ചെയ്തു കൊടുക്കുക. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. മബ്ഊസൂൻ. ബ കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. അവസാനത്തിൽ മദ് ആരദിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യുക. ഓക്കെ. ലിയൗമിൻ അദീം. ലിയൗമിൻ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മീമിന് കെസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഐന് വന്നു. തെൻവീനിനെ വ്യക്തമാക്കി ഉച്ചരിച്ച് കൊടുക്കുക കേട്ടോ. ലിയൗമിൻ അദീം. ഇസ്തിറാഇൻ്റെ ലെറ്ററാണ് തഫീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടി ആയതുകൊണ്ട് നാവിൻ്റെ ബേക്ക് നല്ലോണം മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. കെസ്രയായാലും ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങൾക്ക് കെസ്രയായാലും നമ്മൾ നല്ലോണം ഉയർത്തി കൊടുക്കണം കേട്ടോ. അവസാനത്തിൽ മദ് ആരദിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യാം. ഓക്കെ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. യൗമ യഖൂമു യാ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. യഖൂമു ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫീം ചെയ്തിട്ട് ഉച്ചരിക്കുക. വൗമദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യഖൂമുന്നാസു നൂനിന് ശബ്ദ വന്നു. അക്മൽ ഉന്ന നല്ലോണം മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലിറബ്ബിൽ ആലമീൻ. ലിറബ്ബി റ ഫതഹ് ആയതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. ബാക്ക് ശബ്ദ വന്നു, 2 ഹർഫുകൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ടിനെ ഹംസയായി പോവാതെ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരദിൽ നിർത്തുമ്പോൾ 2 4 6 ഹർക്കത്ത് വരെ നീട്ടി വഖഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.